ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2020 പുറത്തിറങ്ങിയ കാഞ്ചലി എന്ന ഒരു രാജസ്ഥാൻ മൂവിയാണ്. രാജസ്ഥാനിലുള്ള ഒരു ഗ്രാമത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അയാൾക്കാണെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്നത് എന്തും കിട്ടണം എന്നുള്ളൊരു സ്വഭാവമായിരുന്നു. അങ്ങനെ ആ നാട്ടിലോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു പെണ്ണിന്റെ മേലെ അയാൾക്ക് ആഗ്രഹം വരുന്നു. അങ്ങനെ തന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് അയാൾ ആ കാര്യം തന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് പറയുന്നു. രാജാവിന്റെ ഈ ഒരു ആഗ്രഹം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോയ അസിസ്റ്റന്റിന് അവളുടെ മേലെ രാജാവിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് വരികയാണ്. അങ്ങനെ ഈ രാജാവിനെയും അസിസ്റ്റന്റിനെയും ഒക്കെ ഈ പെണ്ണ് എങ്ങനെയാണ് ഡീൽ ചെയ്തത്, ഈ പെണ്ണിന്റെ ഹസ്ബൻഡ് ആരാണ്, അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണിത്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ രാജസ്ഥാനിലുള്ള ഒരു ഗ്രാമത്തെ കാണിക്കുന്നു. അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. അയാളെ എല്ലാവരും രാജ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രാമത്തിലെ കൂടുതൽ സ്ഥലവും അയാളുടെ പേരിലായിരുന്നു. ഇയാൾ ആ നാട്ടിലെ ഒരു ഭരണാധികാരിയെ പോലെ ആയതുകൊണ്ട് തന്നെ ഇയാൾ ഒരുപാട് നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നാട്ടിലെ മറ്റാളുകളൊന്നും നല്ല ഡ്രസ്സുകൾ ഇടാൻ പാടില്ല, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ അയാൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അയാൾ ഏത് പെണ്ണിനെ ആഗ്രഹിച്ചാലും അയാൾക്ക് അപ്പോൾ തന്നെ അവളെ കിട്ടണം. ഇത്രയും മോശമായിട്ടുള്ള ഒരു ഭരണാധികാരിയുള്ള ഈ ഒരു ഗ്രാമത്തിലേക്കാണ് ഒരു പെണ്ണ്, അതും വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് കല്യാണം കഴിച്ച് സാധാരണക്കാരനായിട്ടുള്ള കിഷ്ണു എന്ന് പറയുന്ന ആളുടെ വൈഫായിട്ട് വരുന്നത്. ഇവളുടെ സൗന്ദര്യത്തില് ആ നാട്ടിലുള്ള ആളുകളെല്ലാം മയങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്രാമത്തിലുള്ള ആളുകളുടെ കണ്ണു മുഴുവൻ തന്റെ ഭാര്യയുടെ മേലെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവന് അതിന്റെ ഒരു വിഷമമൊക്കെ ഉണ്ടെങ്കിലും അവൻ അവളുടെ കൂടെ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു വരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ രാജയുടെ അടുത്ത് ഒരുപാട് ആളുകൾ വന്നിട്ട് അവളുടെ സൗന്ദര്യത്തെ പറ്റി ഇങ്ങനെ വർണ്ണിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജയ്ക്കാണെങ്കിൽ നൈറ്റൊന്നും അത്ര സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഈ രാജയ്ക്ക് ആ ഒരു നാട്ടിൽ ഓരോ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബോജ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അയാളുടെ അടുത്ത് ഈ പെണ്ണിന്റെ മേലെ തനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളതായിട്ടും അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി തരാനായിട്ടും ഇയാൾ പറയുന്നു. ഈ ബോജ എന്ന് പറയുന്ന ആൾക്കാണെങ്കിൽ അയാൾ എപ്പോഴും ഈ രാജയുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് ഈ നാട്ടിൽ നല്ലൊരു റെസ്പെക്ട് ഒക്കെ ഉണ്ട്. ബോജയുടെ വീട്ടിലാണെങ്കിൽ ഒരു കിളിയുണ്ട്. അയാൾ എപ്പോഴും വീട്ടിൽ ചെന്നിട്ട് ആ കിളിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ബോജ അങ്ങനെ ഇപ്പോൾ അവളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലോട്ട് ചെന്നിട്ട് അവളുടെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് ഇങ്ങനെ നോർമലായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ അതിലെ വരുന്നത് കണ്ടിട്ട് അവളുടെ ആ ഒരു സൗന്ദര്യം കണ്ടിട്ട് ബോജ തന്നെ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങുകയാണ്. അപ്പോൾ വീട്ടിൽ വന്നതുകൊണ്ട് അവള് ബോജയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മോരെടുത്ത് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവളുടെ കൈ ബോജയുടെ കയ്യിൽ തട്ടും. അങ്ങനെ അതിലൊരു സ്പാർക്ക് അടിച്ചിട്ട് രാത്രി മുഴുവൻ ബോജ അതും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ആ രാജയാണെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കെന്ന് പറഞ്ഞിട്ട് ബോജയ്ക്ക് വല്ലാത്ത പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബോജ ഇപ്പോൾ പോയിട്ട് അയാൾക്ക് പരിചയമുള്ള കുറച്ച് സ്ത്രീകളെ കണ്ടിട്ട് അവളുടെ ഉള്ളിൽ കുറച്ച് മോശമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കാൻ പറയുന്നു. എന്നിട്ട് ഈ സ്ത്രീകൾ ചെന്നിട്ട് അവളുടെ അടുത്ത് പറയുകയാണ്, നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ, അത് നമ്മൾ മാക്സിമം നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനൊന്നുമില്ല, ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഹസ്ബൻഡ് കൂടാതെ ഒരുപാട് ആളുകളുമായിട്ട് റിലേഷൻഷിപ്പിലുണ്ട്, നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതിലെന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ അവളപ്പോൾ എനിക്ക് എന്റെ ഹസ്ബൻഡ് അല്ലാതെ മറ്റൊരു പുരുഷനുമായിട്ടും യാതൊരു ബന്ധത്തിനും താല്പര്യമില്ല എന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ഈ സ്ത്രീകൾ ഈ കാര്യം ചെന്നിട്ട് ബോജയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ബോജയ്ക്ക് ഇവൾക്ക് ഇങ്ങനെ ഇതിനോടൊന്നും താല്പര്യമില്ല, ഇവള് വേറൊരു ടൈപ്പാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നു. ഒരു ദിവസം ബോജയും കൂട്ടിയിട്ട് അവളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് രാജ അവളുടെ വീട്ടിലോട്ട് ചെല്ലുന്നു. ആ സമയത്ത് ഒരു സ്ഥലത്ത് നിന്നിട്ട് രാജ അവളെ നോക്കുന്നു, മറ്റൊരു സ്ഥലത്ത് നിന്നിട്ട് ബോജ അവളെ നോക്കുന്നു. ഇത് രണ്ടും ഇവൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വീട്ടിലൊക്കെ പോയി അവളെ കണ്ട സമയത്ത് ഈ രാജയ്ക്കാണെങ്കിൽ അവളെ എത്രയും പെട്ടെന്ന് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമായി. ഒരു ദിവസം അങ്ങനെ ഇവളുടെ ഹസ്ബൻഡ് ഇല്ലാത്ത സമയം നോക്കിയിട്ട് ഈ ബോജയും രാജയും കൂടി അവളുടെ വീട്ടിലോട്ട് ചെല്ലുന്നു. അവർ ചെന്നിട്ട് അവളുടെ അടുത്ത് ഇങ്ങനെ ഓരോന്നും സംസാരിച്ചൊന്ന് കമ്പനി ആവാനൊക്കെ നോക്കുകയാണ്. അതായത് അവളുടെ അടുത്ത് നീ വന്നപ്പോൾ എത്ര സ്ത്രീധനമാണ് കൊണ്ടുവന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. പക്ഷെ ഇവളുടെ ഭാഗത്തു നിന്നും യാതൊരു റെസ്പോൺസും ഉണ്ടാവുന്നില്ല. കാരണം ഇവര് ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് അവൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഈ ഒരു കാര്യം അവളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് പറയാനും വയ്യ, അവളുടെ മനസ്സിൽ കൊണ്ടുപോയി നടക്കാനും വയ്യ. അങ്ങനെ ഇപ്പോൾ അവൾ ആ ഒരു അവസ്ഥയിൽ അവള് ഹസ്ബൻഡിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു, അതായത് ബോജയും രാജയും കൂടി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, അവര് വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ മോശമായ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ഉടനെ തന്നെ ഇവളുടെ ഹസ്ബൻഡ് ദേഷ്യം വന്നിട്ട് നേരെ ആ രാജയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ രാജ അവളുടെ ഹസ്ബൻഡിനെ വെടിവെച്ച് കൊല്ലുകയാണ്. പക്ഷെ ഇതൊക്കെ അവളിപ്പോ കണ്ടൊരു സ്വപ്നമായിരുന്നു. അതുകൊണ്ട് ഇവൾ ഈ ഒരു കാര്യം ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നടക്കുക എന്ന് വിചാരിച്ചിട്ട് അവൾ ഈ കാര്യം പറയാതെ ഹൈഡ് ചെയ്യുകയാണ്. അടുത്ത ദിവസം കാര്യങ്ങൾ കുറച്ചും കൂടി വഷളായി. കഴിഞ്ഞ ദിവസം വന്നിട്ട് രാജ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുകയല്ലേ ചെയ്തുള്ളൂ, എന്നാൽ ഇത്തവണ വന്നപ്പോൾ അവളെ ടച്ച് ചെയ്യാനൊക്കെ വേണ്ടിയായിട്ട് രാജ അവളുടെ അടുത്തേക്ക് വരുന്നു. അവൾക്ക് പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ പെട്ടെന്ന് അയാളെ തള്ളി വിട്ടിട്ട് അവൾ ഓടുകയാണ്. അതിനുശേഷം ബോജ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് നീ ഈ ഒരു കാര്യം ആരുടെ അടുത്തും പറയരുത്, ഞങ്ങൾ ഇനി നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ആ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ശ്വാസം നേരെ വീണത്. അപ്പോൾ ഈ ഒരു പ്രശ്നം സ്വന്തം ഹാൻഡിൽ ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷം കൊണ്ട് അവൾ ഈ കാര്യം തന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് എന്ന് പറയുന്നു. എന്നാൽ അയാൾ ഇത് കേട്ടപ്പോൾ ശരിക്കും ഷോക്ക് ആവുകയാണ് ഉണ്ടായത്. കാരണം ഹസ്ബൻഡ് പറയുന്നു അയാളാണ് നമ്മുടെ ഗ്രാമത്തിന്റെ ഒരു ഭരണാധികാരി, അദ്ദേഹം നമ്മളുടെ ജീവിതമൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും. അപ്പോൾ അയാളുടെ അടുത്ത് നമ്മൾ അങ്ങനെ മോശമായിട്ട് പെരുമാറാനൊന്നും പാടില്ല, അയാൾ പറയുന്നത് എന്താണോ അത് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ കേട്ടപ്പോൾ അവൾക്കും എന്തോ പോലെയാവുന്നു. അവൾക്ക് പിന്നെ അവളുടെ ഹസ്ബൻഡിനോട് വല്ലാത്തൊരു വെറുപ്പ് വരികയാണ്. അവളിങ്ങനെ പാടത്തുകൂടി നടക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു
കോലം കണ്ടിട്ട് അത് അവളുടെ ഹസ്ബൻഡ് ആയിട്ട് വരെ അവൾക്ക് തോന്നുകയാണ്. കാരണം ഒന്നും റിയാക്ട് ചെയ്യാത്ത ഒരു കോലത്തെ പോലെയാണ് അവളുടെ ഹസ്ബൻഡ് എന്നൊക്കെ അവൾ വിചാരിക്കുന്നു. രാത്രി മുഴുവൻ അവൾ ഉറക്കമില്ലാതെ ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് കിടക്കുകയാണ്. അത് മാത്രമല്ല അവളിപ്പോ പ്രഗ്നന്റ് ആണ്. അപ്പോൾ ആ പ്രഗ്നന്റ് ആയതിന്റെ സന്തോഷം പോലും അവൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഇതേ സമയത്ത് ഈ ബോജയാണെങ്കിൽ രാജയുടെ അടുത്ത് പറയുന്നു അവള് വേറൊരു ടൈപ്പാണ്, അവളെ ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്തൊക്കെ റെഡിയാക്കി എടുക്കണേ, കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈം തരുമെന്ന് പറഞ്ഞിട്ട് ബോജ നേരെ വീട്ടിൽ പോയിട്ട് ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുന്നു. ആ സമയത്ത് ബോജ വിചാരിക്കുന്നു എന്നെയും കാണാൻ നല്ല രസമുണ്ടല്ലോ, എനിക്ക് ആ പെണ്ണിനോട് ഒരു ആഗ്രഹമുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് കഷ്ടപ്പെട്ട് ഈ രാജയ്ക്ക് സെറ്റാക്കി കൊടുക്കുന്നത്, ഞാൻ തന്നെ ഒരു ട്രൈ നടത്തിയാൽ എന്താണ്. അങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് ആ രാത്രി തന്നെ അവനൊരു തീരുമാനം എടുക്കുകയാണ്. അതായത് അവളെ എങ്ങനെയെങ്കിലും അവന് വേണ്ടി തന്നെ ബോജയ്ക്ക് വേണ്ടി തന്നെ സെറ്റ് ആക്കണമെന്നുള്ള കാര്യം. അടുത്ത ദിവസം രാവിലെ അവളുടെ വീട്ടിലെ പശുവിന്റെ എന്തോ പ്രസവം കാര്യങ്ങൾക്കായിട്ട് ബോജ അവളുടെ വീട്ടിലോട്ട് ചെല്ലുന്നു. എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നിട്ട് ബോജ ചോദിക്കുന്നു അന്ന് നിന്നെ ആ രാജയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്തിയത് ഞാനാണ്, ആ സമയത്ത് എനിക്ക് നിന്നോടൊരു അട്രാക്ഷൻ തോന്നി, അതിനെ പ്രണയമെന്നോ എന്തു വേണമെങ്കിലും നിനക്ക് വിളിക്കാം, സോ ഞാൻ നിന്റെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നിനക്ക് അറിയാമല്ലോ, അതിന് നിനക്ക് ഓക്കെ ആണോ. അപ്പോൾ അവളാണെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ കുറച്ചു നേരം ഒന്ന് മൗനം പാലിച്ചിട്ട് അവള് പറയുന്നു ഇപ്പൊ വേണ്ട, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു 5 മണി സമയത്ത് ഞാൻ സ്ഥലം പറയാം, അവിടേക്ക് വന്നാൽ മതി. ബോജയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സന്തോഷം, കാര്യങ്ങളൊക്കെ സെറ്റ് ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ ഭയങ്കര സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അവള് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ട് ബോജ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവള് ബോജയോട് വരാൻ പറഞ്ഞിട്ടുള്ള സ്ഥലം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പശുവിനൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടേക്കാണ്. അങ്ങനെ ഒരു 7 മണി സമയമായപ്പോൾ അവൾ അവളുടെ അമ്മായിമ്മയുടെ അടുത്ത് ഞാനൊന്ന് അവിടെ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അവരാണെങ്കിൽ ഈ സമയത്ത് ഇവളെന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്. കറക്റ്റ് സമയത്ത് കിഷ്ണു വീട്ടിലോട്ട് വരുന്ന സമയത്ത് അവര് കിഷ്ണുവിന്റെ അടുത്ത് പറയുന്നുണ്ട് അവളാണെങ്കിൽ ഇതാ ഈ സമയത്ത് അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന്. അങ്ങനെ കിഷ്ണുവിന് ഡൗട്ട് തോന്നിയിട്ട് അവനും അങ്ങോട്ട് ചെല്ലുകയാണ്. അവൾ എന്നിട്ട് ഇപ്പോൾ നേരെ ബോജയുടെ അടുത്ത് എന്നിട്ട് എന്റെ ഹസ്ബൻഡ് എന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്, നിങ്ങൾ ഇവിടെ കണ്ട പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് എവിടെയും ഒളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ബോജയെ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചിട്ട് ബോജയുടെ മേലേക്ക് ഈ കന്നുകാലിക്ക് ഫുഡ് വെക്കുന്ന ചാക്കൊക്കെ ഉണ്ടല്ലോ, ആ ചാക്കൊക്കെ അവന്റെ മേലേക്ക് വെക്കുന്നു. അങ്ങനെ ഇപ്പോൾ കിഷ്ണു അങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പോൾ അവളിങ്ങനെ അതെ ഇവിടെ ആരോ ഒളിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ കിഷ്ണു ആ ചാക്കും കാര്യങ്ങളൊക്കെ മാറ്റി നോക്കുന്ന സമയത്ത് ബോജയെ കാണുന്നു. അപ്പോൾ ബോജയുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് ഈ സമയത്ത് ഇവിടെ എന്താണ് പണിയെന്ന് ചോദിക്കുന്ന സമയത്ത് ബോജ പറയുന്നു നീ കന്നുകാലികൾക്കൊക്കെ എക്സ്പെൻസീവ് ആയ ഫുഡാണ് കൊടുക്കുന്നതെന്നൊരു വിവരം കിട്ടിയിരുന്നു, അത് ശരിയാണോ നോക്കാൻ വേണ്ടി വന്നതാണ്, അപ്പൊ നോക്കുമ്പോ ശരിക്കും നീ എക്സ്പെൻസീവ് ആയ ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്, എന്താ ഇത് ഞാൻ രാജാവിന്റെ അടുത്ത് പറയണോ. അങ്ങനെ ചോദിച്ചിട്ട് ബോജ കിഷ്ണുവിനെ വിരട്ടുകയാണ്. എന്നിട്ട് ബോജ തന്നെ ഞാൻ ചെന്ന് പറയുന്നൊന്നുമില്ല, ഇനിയിപ്പോ ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ നീ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. കിഷ്ണു ആണെങ്കിൽ ബോജ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു. ഇവളാണെങ്കിൽ ശരിക്കും പ്ലാൻ ചെയ്തത് ആ ഹസ്ബൻഡിനെ അങ്ങോട്ട് വരുത്തിച്ചിട്ട് ബോജയെ കൈയോടെ പിടിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതുപോലും ഹസ്ബൻഡിന് മനസ്സിലായില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ഹസ്ബൻഡിന്റെ മേലെ പിന്നെയും ദേഷ്യം വരികയാണ്. അടുത്ത ദിവസം ബോജ വീണ്ടും അവളുടെ അടുത്ത് വന്നിട്ട് കഴിഞ്ഞ ദിവസം കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ, ഇനി എങ്ങനെയാണെന്ന് അവളുടെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ അവൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ദിവസം മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പറയുന്നു. അങ്ങനെ അവൾ പറഞ്ഞ ദിവസം അവൾ പറഞ്ഞ സ്ഥലത്ത് ബോജ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ഹസ്ബൻഡ് കാണുന്നത് പോലെ തന്നെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ കിഷ്ണു ഇപ്പോൾ അവിടേക്ക് വരുന്ന സമയത്ത് ബോജയും ഇവളും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബോജയോട് നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു. അപ്പോൾ ബോജ മാങ്ങ പറിക്കാൻ വന്നതാണ്, കുറച്ച് ആവശ്യങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് കിഷ്ണുവും ഓക്കെ എന്ന് പറയുന്നു. ഇപ്പോൾ അവളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്, അവൾ തന്റെ ഹസ്ബൻഡിനെ എങ്ങനെയെങ്കിലും ഈ കാര്യം ഒന്ന് മനസ്സിലാക്കിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഹസ്ബൻഡിനാണെങ്കിൽ എന്തൊക്കെ കാട്ടിയിട്ടും മനസ്സിലാകുന്നില്ല. രാജയും ബോജയും ആണെങ്കിൽ ഇവളുടെ പുറകെ ഈ ഒരു ആഗ്രഹം കൊണ്ട് നടക്കുകയുമാണ്. എല്ലാത്തിന്റെയും നടുക്കിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവളുടേത്. ബോജയാണെങ്കിൽ ഇപ്പോൾ അവളോടൊരു ആഗ്രഹം വന്നതുകൊണ്ട് ആ ഒരു ആഗ്രഹം തീർക്കുന്നതിന് വേണ്ടിയൊക്കെ ആയിട്ട് മറ്റൊരു പെണ്ണിനെ വിളിച്ചിട്ട് അവളുടെ കൂടെ റൊമാൻസ് ഒക്കെ ചെയ്യുകയാണ്. പക്ഷെ ആ സമയത്തും ബോജയ്ക്ക് ഇവളുടെ ഓർമ്മകളാണ് വീണ്ടും വീണ്ടും വരുന്നത്. അപ്പോഴാണ് നമുക്ക് മറ്റൊരു കാര്യം കാണിക്കുന്നത്. ബോജയുടെ വീട്ടിൽ ഒരു കിളി ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ബോജ ഇങ്ങനെ ഇടയ്ക്ക് സംസാരിക്കുന്നത്. ആ ഒരു കിളി ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ള ഒരു പക്ഷി ആയിരുന്നില്ല, അതൊരു ബൊമ്മ മാത്രമായിരുന്നു. ശരിക്കും ബോജ സ്വയം സംസാരിക്കുകയാണ്, അവനോട് തന്നെയാണ് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബോജ ഇപ്പോൾ അവളെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് അവളോട് എവിടേക്കാണ് വരേണ്ടത്, എപ്പോഴാണ് വരേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവള് ഒരു ദിവസം ഇങ്ങനെ പറമ്പിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു പാമ്പ് ഇങ്ങനെ തോലുരിയുന്നത് കാണുന്നു. അത് കാണുമ്പോൾ അവൾക്ക് എന്തോ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്, അതെന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് അവളിപ്പോൾ ആ പാമ്പിന്റെ ആ ഒരു പുറത്തുള്ള ആ ഒരു ലെയർ ഉണ്ടല്ലോ അതിങ്ങനെ എടുത്തുകൊണ്ട് വന്ന് ഹസ്ബൻഡിനെ കാണിക്കുന്നു. ആ ഒരു നാട്ടിലെ വിശ്വാസ പ്രകാരം ഇത്തരത്തിൽ ഈ ഒരു ലെയർ കിട്ടുന്ന പെണ്ണുങ്ങൾ ശരിക്കും പുണ്യം ചെയ്തവരാണ്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് എന്ത് നടക്കും, അവരുടെ ഫാമിലിക്കും നല്ലത് വരും, അങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസമുണ്ട്. അത് കേട്ടിട്ട് അവളുടെ ഹസ്ബൻഡിനും ഭയങ്കര സന്തോഷമാകുന്നു. അങ്ങനെ അയാൾ അതൊരു സേഫായി എടുത്ത് കൊണ്ടുപോയി വെക്കാൻ അവളുടെ അടുത്ത് പറയുന്നു. അവളും അത് വീട്ടിൽ കൊണ്ടുപോയി ഒരു സേഫായ സ്ഥലത്ത് വെക്കുകയാണ്. അതിനുശേഷം ജോലിയൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിലോട്ട് വരുന്ന സമയത്ത് അയാൾ മര്യാദയ്ക്ക് അവളുടെ അടുത്തൊന്നും സംസാരിക്കുന്ന പോലുമില്ല. പക്ഷെ അയാളുടെ ആഗ്രഹമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്ന സമയത്ത് അവളുടെ അടുത്തേക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ വിചാരിക്കുന്നു ബോജയും ഇതുപോലെ തന്നെയാണല്ലോ, അയാളുടെ ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് എന്റെ അടുത്തേക്ക് വരികയാണ്, ഇയാളും എന്നെ കല്യാണം കഴിച്ചത് കൊണ്ട് ആ ഒരു അവകാശത്തിൽ ഇയാളുടെ ആഗ്രഹം തീർക്കാൻ എന്റെ അടുത്ത് വരുന്നു, എന്റെ ഒരു പ്രശ്നങ്ങൾ
കാര്യങ്ങളോ എന്റെ ഒരു അവസ്ഥയോ ഇയാൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഇയാളെയൊക്കെ ഒരു ഹസ്ബൻഡ് ആണെന്ന് പറയാൻ തന്നെ മടിയാണെന്നൊക്കെ അവൾ വിചാരിക്കുന്നുണ്ടെങ്കിലും എന്തായാലും കല്യാണം കഴിച്ചതല്ലേ, തന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ട്രൂ ആയി ഇരിക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ബോജയുടെ അടുത്ത് എന്റെ ഹസ്ബൻഡ് രാത്രി ഒരു ടൈം കഴിഞ്ഞാൽ നന്നായിട്ട് ഉറങ്ങും, ആ സമയത്ത് നിങ്ങൾ അങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ ക്ലോസ് ആവാം. അങ്ങനെ ഇപ്പോൾ അവൾ പറഞ്ഞതുപോലെ തന്നെ രാത്രി ഹസ്ബൻഡ് ഉറങ്ങിയ സമയത്ത് ബോജ അങ്ങോട്ട് വരുന്നു. ബോജ അങ്ങോട്ട് വന്നിട്ട് അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റിട്ട് ഹസ്ബൻഡ് കേൾക്കുന്നത് പോലെ അലറി വിളിക്കുന്നു. അയ്യോ ആരോ എന്റെ കാലെ പിടിക്കുന്നേ, ആ ഒരു രീതിയിൽ അവൾ അലറി വിളിക്കുകയാണ്. ഉടനെ തന്നെ ഹസ്ബൻഡ് എഴുന്നേറ്റിട്ട് നീ കുറെ ആയല്ലോ ഇവിടെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്, നീ എന്തിനാണ് ഇപ്പൊ എന്റെ ഭാര്യയുടെ കാലെ പിടിച്ചതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ആ സമയത്ത് ബോജ പറയുന്നു ഞാൻ കുറെ തവണയായിട്ട് നിന്റെ വീട്ടിൽ വന്നു, അങ്ങനെ നീയുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി, അതുകൊണ്ട് എനിക്കിപ്പോ നിന്നെ കാണാതിരിക്കാൻ തോന്നിയില്ല, അപ്പൊ നിന്നെ കാണണമെന്ന് തോന്നിയോണ്ട് ഞാൻ വന്നതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ബോജ വീണ്ടും കിഷ്ണുവിനെ കൺവിൻസ് ചെയ്യുകയാണ്. കിഷ്ണു ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനാണോ എന്ന് നമുക്ക് തന്നെ ചോദിക്കാൻ തോന്നും. അപ്പൊ പിന്നെ അവളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ ബോജ ഇപ്പോൾ അവിടുന്ന് പോകുന്ന സമയത്ത് ബോജയ്ക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി ബോജയെ ഇവള് അവോയ്ഡ് ചെയ്യുന്നതാണെന്ന്. ഇത്രയും തവണ ബോജയെ ഇട്ട് പൊട്ടം കളിപ്പിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവന് അവളോട് വല്ലാത്തൊരു ദേഷ്യം വരുന്നു. അങ്ങനെ ഇപ്പോൾ ബോജ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റോസാപ്പൂവ് അവളുടെ കട്ടിലിന്റെ അടിയിൽ ഇട്ടിട്ട് പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ആ റോസാപ്പൂവ് ഇവൾക്ക് കിട്ടുകയാണ്. അപ്പോഴാണ് ബോജ അത്ര മോശമായിട്ടുള്ള ആളൊന്നുമല്ല, അവന്റെ അടുത്തും കുറച്ച് ന്യായമുണ്ടെന്നൊക്കെ അവൾക്ക് തോന്നുന്നത്. അങ്ങനെ അവൾക്ക് ബോജയോട് കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ വരികയാണ്. അവളിങ്ങനെ അവളുടെ ജീവിതത്തെ പറ്റി ഇങ്ങനെ ആലോചിച്ച് നോക്കുന്ന സമയത്താണ് അവളുടെ ഹസ്ബൻഡ് അയാളുടെ ആഗ്രഹം തീർക്കാൻ വേണ്ടി മാത്രമാണ് അവളുടെ അടുത്തേക്ക് വരുന്നത്, അല്ലാതെ അവളെ ശരിക്കും സ്നേഹിക്കുകയോ അവളുടെ അവസ്ഥ മനസ്സിലാക്കുകയോ ഒന്നും അയാൾ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ഗ്രാമത്തെ സംബന്ധിച്ച് പെണ്ണിനെ വെറും ഒരു വസ്തുവായിട്ട് മാത്രമാണ് കാണുന്നത്, അതായത് ആണുങ്ങളുടെ ആഗ്രഹം തീർക്കാനുള്ള ഒരു വസ്തു മാത്രമായിട്ട്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു ഗ്രാമത്തിലെ രാജ എന്ന് പറയുന്ന ആ വ്യക്തി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പാമ്പ് അതിന്റെ തോലിങ്ങനെ ഉരിഞ്ഞ കാര്യമൊക്കെ ഓർക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ അവളും ആലോചിക്കുകയാണ്, ഞാനും എന്റെ ഭാരങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ട് ആണുങ്ങളുടെ കാമം തീർക്കാൻ വേണ്ടിയിട്ടുള്ള വെറും ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാത്രം മാറാതെ എനിക്കും ജീവിക്കണം എന്നൊക്കെ അവൾ ആലോചിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവള് അവളുടെ താലിമാലയും ആഭരണങ്ങളും വളയും എല്ലാം അഴിച്ചു വെച്ച് അവള് മഴയത്തേക്ക് ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ അവളുടെ മുഴുവൻ ഡ്രസ്സും അഴിച്ചിട്ട് അവൾ ന്യൂഡായിട്ട് തന്നെ ആ ഗ്രാമത്തിലൂടെ മഴയത്ത് രാത്രി നടക്കുകയാണ്. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ആ ബോജയുടെ മേലെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോജ ഒരു 5-6 തവണ ഇവളെ അപ്രോച്ച് ചെയ്തത് വളരെ ജെനുവിൻ ആയിട്ടായിരുന്നു. അതുകൊണ്ട് ഇതേപോലെ തന്നെ ബോജയുടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അവൾ നേരെ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഇപ്പോൾ ബോജയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവൻ അവിടെ അവന്റെ ആഗ്രഹങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് വേറൊരു പെണ്ണിന്റെ കൂടെയാണുള്ളത്. അപ്പോൾ ആ സ്ത്രീ ബോജയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോഴും അവളെ മനസ്സിൽ വെച്ചുകൊണ്ടല്ലേ എന്റെ അടുത്ത് ഇങ്ങനെയെല്ലാം ഇടപെടുന്നത്? അപ്പോൾ അവൻ പറയുന്നു, അവൾക്കതിന് സൗന്ദര്യം മാത്രമല്ലേ ഉള്ളൂ, എനിക്ക് അവളോട് ശരിക്കും സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ സൗന്ദര്യം കണ്ടപ്പോൾ അവളെ എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവളെ പറ്റി വളരെ മോശമായിട്ട് ഇപ്പോൾ ആ സ്ത്രീയുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം പുറത്തുനിന്ന് കേട്ടിട്ട് ഹീറോയിന് മനസ്സിലാകുന്നു ഇവനും എല്ലാ ആണുങ്ങളെയും പോലെ തന്നെയാണ്, അവന്റെ ആഗ്രഹം തീർക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു അവൻ എന്റെ അടുത്ത് വന്നത്, അല്ലാതെ അവൻ എന്നോട് സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൾ അതേപോലെ തന്നെ അവിടെയുള്ള ഒരു കാടിനുള്ളിലോട്ട് പോകുന്നു. അവസാനം ഒരു വോയിസ് ഓവറിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൾ ഇപ്പോഴും കാടിനുള്ളിൽ ജീവിക്കുന്നു, മരങ്ങളെ പോലെ, പക്ഷികളെ പോലെ, മൃഗങ്ങളെ പോലെ വളരെ സ്വതന്ത്രമായിട്ട് അവൾ ജീവിക്കുകയാണ്. അവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുകയാണ്. ആക്ച്വലി ഇതൊരു 60-70 വർഷം മുന്നേ ഉള്ള ഒരു കഥയാണ്. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ രാജസ്ഥാനിൽ ശരിക്കും നടന്നിട്ടുള്ള ഒരു കഥയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ വളരെ വ്യക്തമായിട്ട് ഈ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള അടിപൊളി മൂവീസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.